റമദാൻ 28-ാം രാവ് അല്ലെങ്കിൽ പകൽ എന്നത് നോമ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താഴെ നൽകുന്നു. 1. ഇബാദത്തുകളിൽ ആരാധനകൾ മുഴുകുക. റമദാനിലെ അവസാന 10കളിലെ ഇരട്ടസംഖ്യാ രാവാണെങ്കിലും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന അവസാന ദിനങ്ങളിൽ ഒന്നാണിത്. അതിനാൽ രാത്രികാലങ്ങളിൽ കൂടുതൽ സമയം പ്രാർത്ഥനകൾക്കും തറാവീഹ് തഹജ്ജുദ് നമസ്കാരങ്ങൾക്കുമായി മാറ്റിവെക്കുക. 2. സകാത്തുൽ ഫിത്തർ നൽകുക. പെരുന്നാൾ നമസ്കാരത്തിന് മുൻപായി നൽകേണ്ട നിർബന്ധിത ദാനമാണ് ഫിത്തർ സക്കാത്ത്. 28, 29 ദിവസങ്ങളിൽ തന്നെ ഇത് നൽകി തീർക്കുന്നത് ഉചിതമാണ്. നമ്മുടെ നാട്ടിലെ കണക്കനുസരിച്ചുള്ള ഭക്ഷ്യധാന്യമോ അതിന്റെ മൂല്യമോ അർഹരായവരിലേക്ക് എത്തിക്കുക. 3. ഖുർആൻ പാരായണം പൂർത്തിയാക്കുക. റമദാൻ അവസാനിക്കാറായതിനാൽ ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ കൂടുതൽ സമയം അതിനായി ചെലവഴിക്കുക. ഓതി തീർത്തവർ ദുആ മജ്ലിസുകളിൽ പങ്കുചേരുക. 4. പ്രാർത്ഥന ദുആ വർദ്ധിപ്പിക്കുക. നരകമോചനത്തിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. താഴെ പറയുന്ന പ്രാർത്ഥന അധികരിപ്പിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതിനാൽ എനിക്ക് നീ മാപ്പ് നൽകണമേ. 5. പെരുന്നാൾ ഒരുക്കങ്ങൾ. പെരുന്നാളിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താമെങ്കിലും അത് ആരാധനകളെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം. അനാവശ്യമായ ഷോപ്പിംഗും മറ്റും ഒഴിവാക്കി പരമാവധി സമയം ആത്മീയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. നോമ്പ്